السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ അനുഗ്രഹിക്കണം. ഇമാം നബവി റഹിമഹുള്ളയുടെ 40 ഹദീസുകളിലെ 5-ാമത്തെ ഹദീസാണ്. ബുഖാരിയിലെ 2297-ാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, ഇതിലില്ലാത്തത്, ഫഹുവ റദ്ദുൻ, തള്ളപ്പെടും. ഒരു ഹദീസ് കൂടി ആ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. മുസ്ലിമിലെ 1718-ാമത്തെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതൊരു അമൽ ആയി ചെയ്താലും തള്ളപ്പെടും. അപ്പോൾ വിഷയം വ്യക്തമാണ്. ബിദ്അത്ത് എങ്ങനെയാണ് ബിദ്അത്ത് ആകുന്നത്? ഈ കണ്ടു കാണപ്പെട്ട വസ്തുക്കളൊക്കെ പുതിയതാണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതാണ്. ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. ഈത്തപ്പനയുടെ പരാഗണം വേഗം നടക്കാൻ, കൂടുതൽ വിളവുണ്ടാകാൻ ജാഹിലിയ അറബികൾ ഒരു കാര്യം ചെയ്യും. അതെന്താ? അത് ഈത്തപ്പനയുടെ കൊലകൾ തമ്മിൽ അടിപ്പിക്കും. അപ്പൊ ഒഴിഞ്ഞു പോകൂല, കാറ്റ് വരാൻ കാത്തു നിൽക്കണ്ട. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇതിൽ ഒരു നന്മയും ഞാൻ കാണുന്നില്ല. നബിയുടെ പൊന്നായ വാക്കാണ്. അവരാ പണി നിർത്തി വെച്ചു. എന്തുണ്ടായി? സക്കാത്ത് കുറഞ്ഞു. ചോദിച്ചു, വിളവ് കുറവാണ്, എന്റെ കാരണം? അങ്ങ് പറഞ്ഞിട്ടാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാനാണ്. അൻതും അഅലമു ബി ഉമൂരി ദുനിയ, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. അൽഹംദുലില്ലാഹ്. ഈ ഒരു വാക്ക് ലോകം മുഴുവനുമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക്, ഗവേഷണങ്ങൾക്ക് വാതിൽ തുറന്നിട്ടുണ്ട്. 2, ദീനും ദുനിയാവും കൂടിയതാണ് ഇസ്ലാം എന്ന് ചിലർ പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞേ, ഞാൻ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ്. ദീനും ദുനിയാവും ഒന്നാണെങ്കിൽ എന്തായി? ഇസ്ലാമിന്റെ പകുതിയായ ദുനിയാവ് നബിക്കല്ല അറിയാ കൂടുതൽ എന്ന് വന്നു. അപ്പൊ ഇസ്ലാം മതത്തിന്റെ പകുതിയായ ഭാഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അറിയുന്നവരുണ്ടാവുക? അതുണ്ടാവുമോ? ഇല്ല. ഇസ്ലാം ഏറ്റവും അറിയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന അഅലമുക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും അറിയുന്നവൻ. അഹങ്കാരമല്ല, പിന്നെയോ നിയമമാണ്. അതുകൊണ്ട് ദീനും ദുനിയാവും 2ആണ്. ഇസ്ലാമിൽ ഒരാൾക്ക് ഉയരണമെങ്കിൽ ദുനിയാവ് ഉയരണമെന്നില്ല. ദുനിയാവ് ഉയർന്നത് കൊണ്ട് മാത്രം ഇസ്ലാം മതം ഉയരണമെന്നില്ല. ദീൻ ഉണ്ടാകണം. ഒരാൾക്ക് ദീനൊന്നുമില്ല, ദുനിയാവ് നല്ലോണ്ട്, എന്നാ പകുതി ഇസ്ലാം ഉണ്ടാവും? ഇല്ല. ഒരാൾക്ക് ദുനിയാവ് ഒന്നുമില്ല, പച്ചപ്പാവമാണ്, അയാൾക്ക് പകുതി ഇസ്ലാം ഉള്ളതെന്ന് പറയാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ചങ്ങാതിമാരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് എന്റെ വിഷയം. ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹു അരുളിയത് അനുസരിച്ച്, റസൂൽ അരുളിയതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഒരു കുറവുമില്ല നമുക്ക്. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ, ഇസ്ലാം ദീനാണെന്ന് പറഞ്ഞാൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. അപ്പോ മാഇദ 3-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇനി ഞാൻ നിങ്ങൾ അവസാനിക്കുന്നില്ല, അത് പൂർത്തിയാവുന്നില്ല, അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതാണ് വിഷയം. അപ്പോ ബിദ്അത്ത്, ഈ ഹദീസ്, 1-ാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്,
അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇസ്ലാമിലെ സ്ഥാനമേറിയ ഹദീസ് ഇതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത്? മാ മിൻ ശൈഇൻ യുഖർരിബുക്കും ഇലല്ലാഹി വയുബ്ഇദുക്കും അന്നാരി ഇല്ലാ വഖദ അമർതുക്കും ബിഹാ. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. അപ്പോ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എല്ലാം ഹറാമാണ് പറഞ്ഞതൊഴികെ ദുനിയാവിന്റെ കാര്യങ്ങളിൽ എല്ലാം അനുവദനീയമാണ് വിലക്കിയതൊഴികെ. ഈ രണ്ട് വാചകം മറക്കാതിരിക്കുക. ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എല്ലാം ഹറാം. ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വേറെ തെളിവ് ആവശ്യമല്ല. എന്തുകൊണ്ട് നബിദിനാഘോഷം തെറ്റാണ്, സുന്നത്താണെന്ന് പറയാത്തത് കൊണ്ട് മാത്രം മതി. നല്ലതല്ലേ? ആണ്, നല്ലതാണ് എല്ലാ ബിദ്അത്തുകളും. മിക്കവാറും ഈ ബിദ്അത്തുകളൊക്കെ നല്ലതാണ്. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്താണോ? ആണ്. അത് 3 റക്അത്ത് നിസ്കരിച്ചാൽ നല്ലതല്ലേ? അല്ല. എന്തുകൊണ്ടല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയോ 3 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല? ഇല്ല. പിന്നെന്താ? എന്തുകൊണ്ടത് ഹറാമായി? 33 ദിക്ർ ചെയ്യാണ്ട് 34 ആയാൽ തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? 33 ചെയ്തു. അതാണ്. അപ്പോൾ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ ഹറാമായി. പറഞ്ഞാലോ അത് സുന്നത്തോ ഫർളോ ആയി. ബുഖാരിയിലെ 25-ാമത്തെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനും. ഹലാലായതൊക്കെ വ്യക്തമാണ്, ഹറാമായതൊക്കെ വ്യക്തമാണ്. ഇതിന്റെ അടിയിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഹറാമാണോ ഹലാലാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ വേഗം അത് മാറ്റി വെക്കുക. ഹറാം എന്നുള്ള വകുപ്പിലേക്ക് വിടുക. ഇന്ന കാര്യം ശിർക്കാണോ അല്ലേ എന്ന് സംശയം വരികയാണെങ്കിൽ വേഗം അത് ശിർക്കിന്റെ വകുപ്പിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അവന്റെ ദീനിനെ, അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു. ഈ ജിന്നിനോടുള്ള ഇസ്തിഹാസ ശിർക്കാണോ അല്ലേ എന്ന് തർക്കം വന്നാൽ വേഗം അത് ശിർക്കിന്റെ വകുപ്പിലേക്ക് മാറ്റി വെക്കുക. എന്നാൽ പേടിക്കാനൊന്നുമില്ല, ചെയ്യൂലല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കൂലല്ലോ, അതിനാരും തന്നെ ഒരുങ്ങൂല്ലല്ലോ, മനസ്സിൽ യാതൊരുവിധ ഗൗരവക്കുറവ് ഉണ്ടാവില്ലല്ലോ. അള്ളാഹു അനുഗ്രഹിക്കും. വിദേഹത്ത് 2 വിധത്തിലുണ്ട്. ഒന്ന് തീരെ ഇസ്ലാമിൽ അതിന്റെ യാതൊരു അടിസ്ഥാനം ഇല്ലാത്തത്, പുതുതായി വന്ന കാര്യങ്ങൾ. 2 ഉള്ളതിൽ ചേർക്കുന്നത്. കുനൂത്ത് എന്ന സംഗതി ഉള്ളതാണ്. എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് ഓതിയിട്ടുണ്ട്. എപ്പോഴാ? 5 നേരം അല്ലെ? അതിന് പകരം 1 നേരമാക്കി പിന്നെ ഓതിയാലോ അത് ബിദ്അത്തായി. കുനൂത്ത് വിത്തറിലുണ്ട്, അത് സുബഹിലേക്ക് മാറ്റിയാലോ അത് ബിദ്അത്തായി. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾക്കറിയാം. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലെ അവസാനത്തെ വാക്ക് നീ അയച്ച നബിയിൽ ഞാൻ വിശ്വസിച്ചു എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. കേട്ട അദ്ദേഹം എഴുതി പറഞ്ഞപ്പോ റസൂലിക എന്നാണ്. തെറ്റെന്താ? ഒരു തെറ്റില്ല. കുറച്ചും കൂടി ജോറാണ്, ഉഷാറാണ്. കാരണം നബി എന്നത് എല്ലാവർക്കുമുള്ള, എല്ലാ നബിമാർക്കുമുള്ള വാക്കാണ്. റസൂൽ എന്ന് പറഞ്ഞത് 313 ആൾക്കാർക്ക് മാത്രമുള്ള പദവിയാണ്. കൊടുകൈ നന്നായിട്ടുണ്ടാ, ഉഷാറായിട്ടുണ്ട്, എന്റെ കുട്ടികൾ അങ്ങനെ തന്നെ വേണം എന്നാണോ റസൂൽ പറഞ്ഞില്ല? നീ അയച്ച നബിയിൽ ഞാൻ വിശ്വസിച്ചു എന്ന് തന്നെ പറയണം. ഒരക്ഷരം മാറ്റാൻ പറ്റില്ല. അള്ളാഹു വളരെ കഠോരമായി ഗൗരവത്തിൽ പറയുന്നു. മുഹമ്മദ് എങ്ങാനും എന്റെ മേൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ, തെറ്റിച്ചവന് പറഞ്ഞാൽ വരവള്ളിക്ക് ഇരിക്കുന്ന ആയത്ത് കേട്ടു. അല്ലാഹു അക്ബർ. മൻ കസബ അലയ്യ മുഹമ്മദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പാണ്. അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ. സത്യമാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം എന്റെ പേരിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ ഓൻ കള്ളനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട്
വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. എവിടുന്നെങ്കിലും ഒരു ഹദീസ് കേൾക്കുമ്പോ ഒന്ന് ആരോടെങ്കിലും ചോദിക്കാൻ പ്രയാസമൊന്നുമില്ല. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് മതി. ഒന്ന് മൊബൈൽ എടുത്തിട്ട് അന്വേഷിക്കുക കേട്ടോ. പല അന്ധവിശ്വാസികളുടെയും അനാചാരത്തിന്റെ ആളുകളുടെയും പ്രസംഗങ്ങൾ, ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് പരിചയമില്ലാത്ത ഒന്ന് കണ്ടാൽ അതവിടെ മാറ്റിയിട്ടാൽ മതി. കാരണം സത്യം പറയാനല്ല അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വിഷയം. ഏറ്റവും വലിയ വിജയത്തേതാ? അത് ശിർക്കാണ്. പിന്നെ അതിന് താഴെയാണ് ഈ ഷിയ, ഖവാരിജ്, മുർജിയ തുടങ്ങി ഖദരിയ, ജബരിയ തുടങ്ങിയ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന തെറ്റായ വിശ്വാസങ്ങളൊക്കെ തന്നെ. അതിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിദേശകൾ. സുബഹിക്ക് മാത്രമുള്ള കുനൂത്ത്, നിസ്കാര ശേഷമുള്ള ആമീൻ, പ്രാർത്ഥനയല്ല, ആമീൻ, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ മരിച്ചിടത്തുള്ള പാരായണം തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഖബറ് കെട്ടിപ്പൊക്കുക എന്നുള്ളതോ അത് ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. അപ്പൊ അതിന്റെ പദവികളും പടവുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞ പോലെ ഈ സമുദായത്തിന്റെ അവസാന ഭാഗം നന്നാകുന്നത് ആദ്യ ഭാഗം എങ്ങനെയാണോ നന്നായത് അതുപോലെയാണ്. റസൂല് പറഞ്ഞത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുക. സഹാബത്ത് പറഞ്ഞിടത്ത് നിൽക്കുക. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം നിസ്കരിച്ചു. പിന്നീട് ഫർളാകുമോ എന്ന് പേടിച്ചിട്ട് നിർത്തിവെച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അത് പുനർ ആരംഭിച്ചു. രണ്ടാമത് തുടങ്ങിയതാണ് ഉള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്ര നല്ല ബിദ്അത്ത്. അതെന്താ? രണ്ടാമത് തുടങ്ങിയതിനെ പറ്റിയാണ്. അത് ഭാഷാപരമായ ബിദ്അത്താണ്, അല്ലാതെ ബിദ്അത്തല്ല. ബിദ്അത്താണോ? തറാവീഹ് ബിദ്അത്താണോ? അല്ല. അപ്പോൾ അതാണ് അതിന്റെ അർത്ഥം. ഒരാൾ ഒരു നല്ല കാര്യം എന്ന് ഒരു പുതിയ കാര്യം ചെയ്തിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന മുഹമ്മദൻ റിസാലത്തിൽ വഞ്ചിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. റസൂല് പറഞ്ഞതില്ലല്ലോ, അല്ലെ? നല്ല കാര്യമാണെങ്കിൽ റസൂല് പറയല്ലോ. ഇസ്ലാം മതാണെങ്കിൽ അള്ളാഹു പറയല്ലോ, ഇല്ലേ? അള്ളാഹു പറയിപ്പിക്കുമല്ലോ, മറന്നു പോകില്ലല്ലോ, അല്ലേ? മറക്കുകയില്ല. അള്ളാഹു ഓർമ്മിച്ചു കൊടുക്കൂലേ? അപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം റസൂൽ നമ്മളെ ചതിച്ചു എന്നായില്ലേ? ഇതാണ് അതിന്റെ അടിസ്ഥാനം. മുസ്ലിമിലെ 867-ാമത്തെ ഹദീസ്, എല്ലാ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളും ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തും ദുർമാർഗമാണ്, കറക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കാര്യത്തിൽ, ഇത് മതത്തിൽ ഭൗതികമായോ എന്ത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ആണ്. ഇതാണ് അതിന്റെ അടിസ്ഥാനം. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ബിദ്അത്താണോ അല്ലേ എന്ന് സംശയമുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നമ്മളെ നേതാവ് ഏതെങ്കിലും മതപണ്ഡിതന്മാരല്ല, റസൂലാണ്, സഹാബത്താണ്. 2, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് നരകമാണുള്ളത്. നന്മ ചെയ്തിട്ടാണ് ഒരു കൂടെ. സ്ത്രീധനം കൊടുത്തിട്ട് നരകത്ത് പോയ ആളെ കല്യാണമെങ്കിൽ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പോ ബിദ്അത്ത് ചെയ്തിട്ട് നരകത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, ആരും ഒഴിവായി പോകരുത്. എല്ലാ ബിദ്അത്തും ഒഴിവാക്കണം. ഇന്നലെ പട്ടിണി കിടന്ന റജബ് 27 പട്ടിണി കിടന്ന ഒരുപാട് ആൾക്കാർ, അത് കേട്ടിട്ട് പല ആൾക്കാരും മുറിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ മുറിച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ പെട്ടോ ഇല്ലെന്ന് അന്വേഷിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത സംഘത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബേ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാം ശിഫ നൽകണേ റബ്ബേ. മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ
المرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته